ഈ ദ മിറക്കിൾ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിയുടെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ന് ആ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ ആസ് യൂഷ്വൽ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് ചെയ്യുമോ എന്ന് അഭിപ്രായം പറയുന്നു. ബേസിക്കലി ഞാൻ ആ പെൺകുട്ടിക്കൊപ്പമാണ് ഈ ഒരു വിഷയത്തിൽ. ആൻഡ് എനിക്ക് ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ, ഈ പെൺകുട്ടി വന്ന് പറയാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയത് എപ്പോഴെന്ന് അറിയുമോ, ഈ പറയുന്ന വ്യക്തി, അതായത് ഹൈ റേഞ്ച് ഫാമിലി എന്ന് പറയുന്ന അയാളുടെ ഇതിനകത്ത് ഒരു പോസ്റ്റ് മുൻപിട്ടിട്ടുണ്ട്. ഒരു 6 ദിവസം മുമ്പുള്ള പോസ്റ്റാണ്. അതിങ്ങനെയാണ്: മിക്കപ്പ അപ്പായി ഉണ്ടാകും നിനക്ക് നിഴലായി, നീയും ഞാനും കണ്ണുകൊണ്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ, അപ്പായിയുടെ നെഞ്ചിൽ ഒരു സെക്കൻഡ്സിലും നീ കൂടെ ഉണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ഈ കുട്ടീനെ ഇവിടെ ആരെ ഏൽപ്പിച്ചിട്ട് പെൺകുട്ടി വിദേശത്താണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാമെന്ന് വിചാരിക്കുന്നു. സ്റ്റോറി അറിയുന്നൊരു വന്നാൽ മതി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ഇൻട്രോ തരുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ചെറിയ പിണക്കങ്ങളുണ്ടായിരുന്നു. പിണക്കം മ്യൂച്വലായിട്ടുള്ള ഡിവോഴ്സിലേക്ക് എത്തി നിൽക്കുന്നു. അവർ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്, അത് പ്രോസസ്സിലാണ്. പെൺകുട്ടിക്ക് ഒപ്പമാണ്. പലരും ഈ വീഡിയോ കാണുമ്പോഴൊക്കെ തന്നെ പെൺകുട്ടി കരയുന്നതായിട്ടും മറ്റുമൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് അവൾ വളരെ വിഷമത്തോടു കൂടി കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അവളുടെ വാക്കുകളിൽ കൂടെ നമുക്കത് പറയാം. അതിന് മുമ്പ് ഞാനൊരു ഇൻട്രോ തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ് മുൻപുണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇട്ടിരുന്നത്. അതിനകത്ത് പറഞ്ഞിരുന്നു ഞങ്ങൾ ഡിവോഴ്സായി, അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിലെ ക്യാപ്ഷൻ തന്നെ ഇതാണ്: ബെറ്റർ ഡിവോഴ്സാണ് ബെറ്റർ, സൂയിസൈഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഡിവോഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ചെറിയ ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഈവൻ ഫിസിക്കൽ അഫെയർ ആരുമായിട്ട് വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, അത് അവൾ കണ്ടിട്ടുണ്ടാകും. ആൻഡ് എനിക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡീപ്പ് ഡെപ്തിൽ ഇവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ട്. ഒരു പക്ഷേ ആ പെൺകുട്ടി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാകും, ഹൈഡ് ചെയ്തതായിരിക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. അപ്പം എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത്. ഇനി വിഷയത്തിലേക്ക് വരാം. നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളാണ് ജീവിക്കുന്നത്. നമുക്ക് സ്വസ്ഥത വേണ്ടേ? മറ്റുള്ളവരെന്ത് പറയും, അവർക്കെന്ത് പറയണം, അവരെ എന്ത് ചെയ്യും, അവരെൻ്റെ കുട്ടീനെ പറയുമോ, കുഞ്ഞിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമോ എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ എഗൻസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നല്ല അനുകൂലമാണ്. ഈ ഒരു പോസ്റ്റ് ഇട്ട് ഈ പെൺകുട്ടിക്ക് ഒരു സ്വസ്ഥത കൊടുക്കാത്ത തക്കവണ്ണം ഇപ്പം ഈ ഡ്രാമ കളിക്കുന്നത് ആ ഫാമിലിയാണ്. അവനും അവൻ്റെ ഫാമിലി, അവൻ്റെ അമ്മയും അച്ഛനുമാണ്. ഇതിനു മുമ്പ് ഇവർക്ക് ഒരു ഇതേപോലത്തെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലൊന്നും ഇവർ വരാൻ തയ്യാറാവുകയോ അവർക്ക് സപ്പോർട്ടീവായി നിൽക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മകന് വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുന്ന അമ്മയും അച്ഛനും മനസ്സിലാക്കേണ്ടത്, മകൻ കൊണ്ടുവരുന്ന പെണ്ണിന് സ്വസ്ഥതയും സമാധാനവും കൊടുത്താലേ മകൻ നമുക്കിപ്പോൾ ഉണ്ടാവുകയുള്ളൂ. അത് കൊടുക്കാതെ മകനെ മാത്രം ചേർത്ത് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ്റെ കുടുംബവും പോയി, ജീവിതവും പോയി, പിന്നെ ഈ പേക്കൂത്തിനും കൂടെ കൂട്ടി നിൽക്കേണ്ടി വരുന്നത് കഷ്ടം തന്നെയാണ്. അയാൾക്ക് വേണ്ടി ജോലിക്ക് ശ്രമിച്ചിരുന്നു, അവൾ നടന്നില്ല. അപ്പോൾ അവൾ ജോലിക്ക് ശ്രമിച്ചു, ജോലിക്ക് പോയി. അഹങ്കാരിയാണെന്നും മറ്റുമൊക്കെയുള്ള കമൻസ് കണ്ടിട്ടാണ് കുട്ടി വളരെ വിഷമത്തിൽ പറയുന്നുണ്ട്. കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. വനിതാ കമ്മീഷനിലും അതുപോലെ തന്നെ മറ്റൊരു കുടുംബ കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ, അതായത് ഇപ്പം നമ്മൾ രണ്ടാമത് ചെന്നപ്പോഴും നമ്മളെ അവർക്ക് മനസ്സിലായി. കാരണം അന്ന് അത് ഞാൻ അത്രയും സങ്കടത്തോടെ കരഞ്ഞു കൂവി ആ ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചത്, എനിക്കൊരു 1 വയസ്സ് പോലും ആയിട്ടില്ല, ആ ഒരു കൈക്കുഞ്ഞിനെ പിടിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഈ ഒരു പ്രശ്നം ഈ ഒരു വ്യക്തിയുടെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായതും. അപ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ജീവിതമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഈ ഒരു 2023 ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട്, അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാര്യം, അതായത് 2.5 വർഷം മുമ്പ് കൊടുത്തിട്ട് പിന്നെ അവൻ്റെ കൂടെ സ്നേഹം കാണിച്ച് ഒളിപ്പിച്ച് നടന്നല്ലോ എന്ന് കുറേ പേര് കമന്റ് എടുത്ത് കണ്ടു. നമ്മൾ ലൈഫ് മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാനേ ആഗ്രഹിക്കുകയുള്ളൂ. വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട്, അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത്. ഈ ഇടയുണ്ടായി ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേനെ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാക്ഷിയെ അനുവദിച്ചു. അവൾ അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെക്കുകയും അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ പുള്ളിക്കാരത്തിന്റെ കയ്യിലേക്ക് പോയി. അത് ചുമ്മാ ഇരിക്കുന്നവന്റെ തലച്ചോറ് സാത്താന്റെ കൂടാണെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഒരു ജോലിക്കും പണിക്കും പോകാതെ കയറിയിരിക്കുന്ന പയ്യനിക്ക് എന്ത് ചിന്തിച്ചൂടാ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പിന്നെ അഫയേഴ്സ്, നമ്മളൊരു വ്യക്തിയുമായി പ്രണയത്തിലാണ്, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ നമ്മൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അയാളുമായിട്ട് ചുമ്മാ ടൈം പാസിനെങ്കിലും നമ്മൾ അങ്ങനെ സംസാരിക്കാനോ പോയാൽ
അതിൻ്റെ പേര് പക്ക ചതി എന്നാ പറയുക, വലിയ ചതി എന്നാ പറയുക. ആ ചതി ക്ഷമിക്കാൻ എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞൊന്നും വരില്ല. നമ്മുടെ എന്ത് കുറവുകളും ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ സ്പേസിലേക്ക് മറ്റൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോ രക്ഷ. എൻ്റെ പോളിസി അതാണ്. എൻ്റെ ബെഡിലേക്ക്, എൻ്റെ സ്പേസിലേക്ക് നീ മറ്റൊരാളെ ചിന്തിച്ചാൽ ആ നിമിഷം തീർന്നു നമ്മുടെ ബന്ധം. അതിൽ കുറഞ്ഞ ഒരു പണിഷ്മെൻ്റ് ഇല്ല. അത്തോടെ ആ ലൈഫിൽ നിന്ന് ഇറങ്ങി വന്നേക്കുക. ചിന്തിക്കാനേ പോകരുത്, എന്ത് കോംപ്രമൈസിനും പോകരുത്. ഞാൻ ആ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്. അത് ദ വെരി ബിഗിനിങ് തന്നെ ആ ബന്ധത്തിൽ പറയുകയും വേണം, കയറുമ്പോഴേ പറയണം. ഈ ഒരു വിഷയത്തിൽ ഞാൻ വളരെ പ്രശ്നക്കാരിയാണ്, അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ്, എനിക്ക് എന്തും സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഈ ഒരെണ്ണം ഞാൻ സഹിക്കത്തില്ല എന്ന്. അത് നമ്മൾ ഓരോരുത്തരും പറയണം, അത് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം. ജോക്കായിട്ട് പോലും മറ്റൊരു കാര്യം പറയുന്നത് എൻ്റർടൈൻ ചെയ്യരുത്. ചെയ്താൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അനുഭവം ഉണ്ടാവുക. കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്, ഞാൻ എൻ്റെ വീട്ടുകാർ വെറുപ്പിച്ചാണ്, എൻ്റെ വീട്ടുകാർ ഒരുപാട് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. ലീഗലി പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്കതങ്ങനെ പറഞ്ഞ് ഒരു റീച്ച് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോവാണ്, ഞാൻ ഇതിൻ്റെ കാര്യത്തിന് പോവാണ്, കേസിന് പോവാണ് എന്ന് പറഞ്ഞ് എനിക്ക് റീച്ച് ഉണ്ടാക്കി ഇമോഷണലി ഇതാക്കി എനിക്ക് ഒരു റീച്ചിൻ്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് വീഡിയോ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം, ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് ആലോചിക്കുക. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫ്, ഇങ്ങനെ ഒരു ലൈഫ് ഞാൻ തിരഞ്ഞെടുത്തത്. മരിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും കേൾക്കേണ്ടേ വരത്തില്ലായിരുന്നു, കാണേണ്ടേ വരത്തില്ലായിരുന്നു. ഇപ്പം ഞാനിത് ഇങ്ങനെ ഇത് വിളമ്പേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു, തന്നെ എല്ലാം പുറത്ത് വന്നേനെ. അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ മാനസികമായിട്ട് ഈ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും. ഈ പെൺകുട്ടി പറഞ്ഞ വലിയൊരു കാര്യമാണ്. നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് അവൾ പറഞ്ഞത്. അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളോട് പറഞ്ഞാൽ സഹിച്ചു പോ, ക്ഷമിച്ചു പോ, അഡ്ജസ്റ്റ് ചെയ്യും, അവൻ ശരിയാകും, കുറച്ച് കഴിയുമ്പോൾ നേരെയാവും. അടിക്കുന്നതും അവൻ താനാണ്, അപ്പുറത്തും അവൻ താന്ന് പറയും. ആ പറയുന്നവരെ ചെവിക്കൽ ഒരെണ്ണം കൊടുക്കണം. അങ്ങനെയാ വേണ്ടത്. പക്ഷെ അവസാനം അവൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അന്ന് നമ്മളെ അടുത്ത് അവൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവനെ കൊല്ലണം, തൂക്കണം, വെട്ടണം. ഇപ്പൊ റീസെന്റ് ഒരു പെൺകുട്ടി ഷാർജയിൽ മരിച്ചില്ലേ, അവളെ കെട്ടിത്തൂക്കിയെന്ന് പറഞ്ഞിട്ട് വരുന്ന കണ്ടില്ലേ? ഇത്രയും പീഡനം ആ പെൺകുട്ടി റെക്കോർഡ് ചെയ്ത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടും അവരാരെങ്കിലും ഒരു ആക്ഷൻ എടുത്തോ? അവസാനം മരിച്ചപ്പോൾ ആരാ ഇപ്പോ? ആ കുട്ടി ഇപ്പൊ ദേവതയാ, ആ കുടുംബത്തിന്റെ ദേവതയാ. എന്ത് പ്രയോജനം? മരിച്ചു കഴിഞ്ഞിട്ട് ഇനി അതിനെ എന്തെന്ന് ചെയ്തിട്ട് എന്തെന്ന് കാര്യം? ജീവിച്ചിരിക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുക്കും. നമ്മുടെ കാതോർപ്പ്, അല്ലെങ്കിൽ നമ്മൾ അത് കാതു കൊടുത്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ടൊരു ഹെൽപ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം. ഇത് ആ കുട്ടിയെ ടോർച്ചർ ചെയ്ത് തന്നെ സൂയിസൈഡിന്റെ വക്കി കൊണ്ട് എത്തിക്കല്ലേ ദയവ് ചെയ്തിട്ട് എല്ലാവരും കൂടെ. മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിടയുണ്ടായ കാരണം മിക്കുവിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മിക്കുവിനെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ അപ്പനെ കാണിക്കുന്നില്ല, ഞാൻ ഭയങ്കര ക്രൂവലാണ്, ഷെയിം ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പനെ കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിക്കുവിനെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട്. ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുകയോ ചെയ്യല്ല. നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ്, അത് അങ്ങനെ ഒരു കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ്. അതായത് നഴ്സറിയിൽ കൊച്ചിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ വിട്ട സമയത്ത് വേറൊരാൾ പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു. ഇൻ കേസ് ആ പുറത്തുനിന്ന് വന്ന ആൾ എന്തെങ്കിലും മിഠായി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, കൊച്ചിനെ മേടിക്കും, കൊച്ചത് കഴിക്കും. ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇൻ കേസ് സംഭവിച്ചു എന്നല്ല, സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? ആരുടെ കയ്യിൽ? ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരവാദിത്തം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങളുടെ മിക്കുവിനെ വേണം. അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം. മിക്കുവിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. അവനൊരു ജീവിതം, അവന് നാണക്കേട്ടുണ്ടാക്കിയ ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാൾ മുന്നോട്ട് ജീവിച്ചത്. ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും. അത് മനസ്സിലാക്കണം. എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും. പിന്നീട് എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എന്റെ ഭാഗ്യം. പോയിന്റ് ഇവിടെയാണ് എനിക്ക് മനസ്സിലായത്. അവന് അത്യാവശ്യത്തിൽ കൂടുതൽ സഹചാരികൾ ഉണ്ടായിരുന്നു എന്ന് അവൾ പറയാതെ പറയുകയാണ്. എന്തിനാണടാ വായിൽ കോലത്ത് കുട്ടി ആ കൊച്ചിനെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത്? കുട്ടിയുടെ കേസ് അവൾ പറഞ്ഞത് കൃത്യമാണ്. അമ്മയാണ് അധികാരി. അത് സുഷമ അവർ വന്ന ശേഷം അവരങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ തന്നെയാണ് അധികാരി. ആ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ആരോ അതാണ് അച്ഛൻ. ലീഗലായി ഞാനാണ് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തള്ളി കയറണ്ട. അവളാണ് അധികാരി, അവൾക്കാണ് അതിൻ്റെ അധികാരമുള്ളത്. അവൾ തന്ന ഭിക്ഷ അത് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ചിലർക്കിത് ഞാൻ പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊണ്ടാൽ മതി. അമ്മയാണ് യാഥാർത്ഥ്യം. അമ്മയിൽ നിന്ന് പിരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് കുന്തം കൊടുത്താലും അമ്മയോളം വരത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആ പെൺകൊച്ചിന്റെ മെന്റൽ ഹെൽത്ത് നശിപ്പിക്കുന്ന കണക്കുള്ള കളി കളിക്കാതിരിക്കുക. അവളുടെ വീട്ടുകാരാണ് അതിനെ നോക്കുന്നത്, അവളുടെ അമ്മയാണ് അതിനെ നോക്കുന്നത്. അവളെ എങ്ങനെ കരുതിയോ അതുപോലെ കരുതാൻ അവളുടെ അമ്മയ്ക്കേ സാധിക്കുള്ളൂ. അവിടെ നിൽക്കുന്നതാണ് ആ കുട്ടിക്ക് സേഫ്റ്റി. നിനക്ക് കാണണമെങ്കിൽ നീ അങ്ങോട്ട് കയറിച്ചല്ലേ, നിന്റെ പെണ്ണിന്റെ വീടല്ലേ അത്. ഇപ്പൊ അവളല്ല എങ്കിൽ പോലും നീ വിവാഹം കഴിച്ച സ്ത്രീയുടെ വീട് തന്നെയല്ലേ. നിന്റെ മകൻ അവിടെയല്ലേ വളരുന്നത്. നീ അവിടെ ചെന്ന് കാണ്. അതതിനാൽ തേർഡ് പേഴ്സണെ പറഞ്ഞു വിട്ട് നീ വീഡിയോ കോളൊക്കെ എടുക്കുന്നത്. ഇത്തരം ഡ്രാമകളൊക്കെ കാണിക്കുന്ന ചില ചൊറിയന്മാരുണ്ട്.
കയ്യിരിപ്പ് കൊണ്ടല്ലേ പൊന്നോലൊരു പെണ്ണ് നിന്നിട്ടിട്ട് ഓടിയത്. ഈ വൃത്തികെട്ടവനെ ഇട്ടിട്ട് ഓടിയതിന്റെ കാരണം കയ്യിരിപ്പ് തന്നെയല്ലേ. അവൻ തന്നെ പറയുന്നുണ്ട് ഐ മേഡ് എ മിസ്റ്റേക്ക്. എന്നിട്ട് ന്യായം പറയുന്നുണ്ട്, എന്റെ കൂടെ വന്നുകൊണ്ട് അവൾക്കൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന്. നഷ്ടപ്പെട്ടില്ലേ? അവളുടെ നല്ല ജീവിതം നഷ്ടപ്പെട്ടില്ലേ? നീ എന്ന വ്യക്തി, നീ എന്ന വിഷം അതിനകത്ത് കയറിയില്ലെങ്കിൽ അവൾ അതിനേക്കാൾ സിൻസിയറായ അന്തസ്സുള്ള ഒരുത്തൻ്റെ കൂടെ പോയി ജീവിക്കൂലായിരുന്നോ? നീ നശിപ്പിച്ചത് അവളുടെ ജീവിതം. ഇനി അവൾക്കൊരു രണ്ടാമതൊരു പേഴ്സണെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ ഒരുപാട് ചിന്തിക്കണം. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കൂടെ അത് കടന്നു പോകണം. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചിട്ട് നീ അതൊന്നും പോരാതെ കൊച്ചിനെ വെച്ചിട്ട് ഡ്രാമ. വിക്കുപ്പിനെ ഞാൻ മിസ് ചെയ്യുന്നു. അയ്യോടാ, നീ നാട്ടിലേ ഉള്ളത്, ചെല്ലും ചിലവിനും കൊടുക്കുന്നില്ലേ? അതൊന്നും വയ്യ. അതൊക്കെ ഇനിയിപ്പോൾ കോടതി പറഞ്ഞാലേ കൊടുക്കും. കൊടുത്താലും അരയും കുറയും കൊടുക്കും. ഇവന്റെയൊക്കെ കുത്തിക്കടപ്പിന് ആ പെങ്കൊച്ചേറി എന്തെങ്കിലും ചെയ്യുന്നിടം വരെ നമ്മൾക്ക് ഇത് കണ്ടോണ്ടിരിക്കും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മാത്രമാണ് നമ്മൾ കുഞ്ഞിനെ നഴ്സറി വിടാതിരുന്നത്. അത് വക്കീലായിട്ട് തീരുമാനിച്ച് ലീഗലി പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും വക്കീൽ, അതായത് പുള്ളി വേറെ, അതായത് വക്കീൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വഴിക്ക് നീங்க കുഞ്ഞിനെ കാണാവുന്ന കാര്യമുള്ളൂ. ആരും ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ എനിക്കറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണെന്നുള്ളത്, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോടെ എടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ തെളിവോട് കൂടി കിട്ടുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്നേഹിച്ച ഒരാൾ എന്നെ ചതിച്ചു. വാടക വീടുകളിലെ ഓണേഴ്സിനോട് ചോദിച്ചാൽ ചിലപ്പോൾ എന്തായിരുന്നു എന്റെ ജീവിതം എന്ന് അറിയാൻ പറ്റും. വേറെ ആരും അറിയണ്ട. സൈഡ് ആണ് ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം പുറത്തു വന്നേനെ. ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലല്ലോ. ഇല്ല, എല്ലാം പുറത്ത് വരും, തെളിവ് സഹിതം വരും. ഒരുപാട് വിളയണ്ട. വേണമെങ്കിൽ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം പോയി എടുത്തുകൊണ്ടൊന്ന് പിളയെ കഴിപ്പിക്കും. മെനക്കെടുത്തിക്കരുത്. ആ കൊച്ചിനെ അതിന്റെ വഴിക്ക് വിടാർക്കാ. നീ എന്റെ ജോലി നോക്കി പോടാ. ഒരു കാര്യമില്ലാതെ പെങ്കൊച്ചിന്റെ പിറകെ നടക്കുകയാണ്. അവന്റെ ഒരു ഡ്രാമയും. അവൻ ഐപോഡും വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാനായിട്ട്. അവള് കാണിച്ചെന്ന വഴിയല്ലേ നടക്കുന്നത്. വല്ല കൂലിപ്പണിക്കും പോടാ ചേർക്കാ. ചുമ്മാ മിക്കു ബുക്കു എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകെ നടക്കാതെ അതെങ്ങനെയും ജീവിച്ചു പോട്ടെ. ജീവിതമോ നശിപ്പിച്ച് അതിന്റെ കയ്യിൽ നിസ്സാര തെളിവല്ലേ ഇരിക്കുന്നത്. ഈ ചൂണ്ട അങ്ങോട്ട് വായിക്കകത്ത് കോലിട്ട് കുത്തി അതിന്റെ വായിന്ന് വല്ലതും വീണിട്ട് പിന്നെ മോങ്ങരുത്. അതിന്റെ കയ്യിൽ ഇഷ്ടംമാതിരി തെളിവുണ്ട്. അത് പറയുന്നുണ്ടല്ലോ, അത് കൃത്യമായി പറയുന്നുണ്ട്. അതിനെ വെറുതെ ചൊരണ്ടി അതിന്റെ വായിരിക്കണ കേട്ട് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ ചൊറിനായി ഇപ്പം അങ്ങോട്ട് ചെല്ലി കയറുന്നത്. ഇവനെ ചൊറിയനെന്നല്ല വേറെ എന്താ വിളിക്കുക. ആ കുട്ടിക്ക് പോലും നാണക്കേടാണെന്ന് ഓർത്തോണം. അവൻ ഫോട്ടോയും വെച്ചിട്ട് കുറെ ഡ്രാമ എഴുതിയിട്ടാണ്. നീ ചെയ്തത് വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചെറുതും അല്ല, വലിയ മിസ്റ്റേക്ക്. നീ ആദ്യം വന്നൊരു മാപ്പൊക്കെ പറയുന്ന കണ്ടപ്പോൾ പാവം തോന്നിയായിരുന്നു. ഇപ്പൊ നീ വീണ്ടും ഈ കളിയിലാണ് പോകുന്നതെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ആ വിഷമാണ് പുറത്തേക്ക് വരുന്നത്. അതിനെ ചുരണ്ട ഈ കമന്റ്സ് എഴുതുന്നവർക്ക് എഴുതിക്കൊണ്ട് പോകാനേ പറ്റൂ. അത് കമന്റ് കാണുന്നവർ പറയും. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ശരിയാണല്ലോ, ആ കൊച്ചിനോട് അവൻ എന്ത് സ്നേഹമാണ് കാണിക്കുന്നില്ലല്ലോ, ആ പെണ്ണ് കണ്ടോ അവിടെ കൊണ്ടു കൊടുത്തു, അതെന്താ അച്ഛൻ്റെ ഒപ്പം വളർന്നാ പറ്റൂലേ. കമന്റ്സ് ഇടുന്നവർ ഒരു പന്യം ഉണ്ടാവത്തില്ല. നമ്മുടെ ജീവിതം കൂടെ വെച്ചൊന്ന് ടാലി ചെയ്ത് നോക്കും. അവർക്കിടയിൽ സംഭവിച്ചതെന്തെന്ന് അവർക്ക് രണ്ടുപേർക്കല്ലേ അറിയുള്ളൂ. ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ പെങ്കൊച്ച് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റിൽ ആവട്ടെ. അവൾ ലോണൊക്കെ എടുത്താണ് അവിടെ പോയെന്ന് പറയുന്നു. കുറേയധികം കാര്യങ്ങളുണ്ട്, ഞാൻ ഒത്തിരി ഒന്നും കേൾപ്പിക്കുന്നില്ല. കുറേ ഉണ്ട് അതിനകത്ത്. എനിക്ക് കേട്ടപ്പോൾ പെൺകുട്ടിക്ക് സപ്പോർട്ട് പറയാനാണ് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, അവൾ കുഞ്ഞിനെ പിരിഞ്ഞ് അവിടെ നിൽക്കുന്നത് ഡിവോഴ്സാണ്. അവൾക്ക് ഉണ്ടായ നഷ്ടം അത് പറഞ്ഞറിയിക്കാനാവത്തില്ല. അത് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തി നമ്മളെ അങ്ങോട്ട് പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്, വഞ്ചകൻ. അവനെ പിന്നെ എന്തോ ചെയ്യണമെന്നാണ്. അവൾ മാക്സിമം ഈ പ്രശ്നം പബ്ലിക്കിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് കുത്തിക്കഴപ്പ് കാണിക്കുമ്പോഴത്തേക്കാണ് ആ കുട്ടി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് പറയുന്നത്. അതിനപ്പുറം അവൾക്ക് ഇവനെ നാണം കെടുത്തണമെന്നില്ല. കാരണം നാണം കെടുത്താൻ പോയി കഴിഞ്ഞാൽ നാണം കെടുന്ന കുഞ്ഞാണ്, കുഞ്ഞിൻ്റെ അപ്പനല്ലയോ, നാണക്കേടല്ലേ. അതുകൊണ്ടായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവളെ ചൊരണ്ടിക്ക് കുത്തിപ്പറിച്ച് അനാവശ്യമായി അവളെ ഇതിനകത്തോട്ട് വലിച്ചിടും. നീ സിമ്പതി കാർഡും കൊണ്ട് വരല്ലേ, നിനക്കൊരു സിമ്പതിയില്ല. അവൾ അഹങ്കാരിയാണോ? ആ പെണ്ണുങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം നല്ലതാണ്. അതവൾ പറയുന്നുണ്ട്, ഞാൻ അഹങ്കാരിയാണെന്നും ഞാൻ മറ്റതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. ആ കണക്കായിപ്പോയി. അഹങ്കാരം പെണ്ണുങ്ങൾക്ക് നല്ലതാണ്. ഇച്ചിരി വേണമെന്ന്. അത് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്, അല്ല അരഗൻസ് എന്നല്ല പറയാം. ആറ്റിറ്റ്യൂഡുള്ള പെണ്ണുങ്ങൾ വേണം. ഇത്രയും കാലം ഇവന്റെ അടിമയായിട്ട് നിന്നില്ലേ, ഇവൻ രക്ഷപ്പെടും, ഇവൻ നന്നാവും, ഇവൻ ശരിയാകും എന്ന പ്രതീക്ഷയ്ക്ക് അവൻ്റെ കൂടെ നിന്നില്ലേ. എന്നിട്ട് എന്ത് കിട്ടി? എന്ത് വാഴക്ക കിട്ടി? ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇവള് മോശമൊന്നും കൂടെ പറഞ്ഞുണ്ടാക്കുവേ. ഇത് എന്താണെന്നറിയാം, ഒരു സൈലന്റ് കില്ലിംഗ് ആണ് ഇത്. എനിക്ക് പരിചയമുള്ള ഒരു വിവാഹം ഡിവോഴ്സ് ആയ സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യമാണ്. കുഞ്ഞിനെ വന്ന് കണ്ടോ എന്ന് വക്കീൽ പറയുന്നുണ്ട്. വക്കീൽ കൃത്യമായിട്ട് കോടതിയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അവിടെ തന്നെ കൊണ്ടു കൊടുക്കും. പോലീസുകാരുടെ അടുത്തൊന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കും. കോടതി വേണ്ട, പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവിടുന്ന് ഒരു കോൺസ്റ്റബിൾ നമ്മളെ കൂടെ വിടും. കൊച്ചിനെ കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറയും. അവർ കൊണ്ടുവന്ന് കാണിക്കും, ഉമ്മ വയ്ക്കോ കെട്ടിപ്പിടിക്കോ എല്ലാം തിന്നാൻ കൊടുക്കോ, എന്താ വെച്ചാൽ ചെയ്യുക. ഒരു കുഴപ്പമില്ല, ആരും ഒന്നും പറയത്തില്ല. പോലീസിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ കാണാനേ പറ്റും. അതാണ് ഗതി. അതിലേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ, അത് കാണുക അത്ര തന്നെ. അതിന് കൂടുതൽ വലിയ ഡെക്കറേഷൻ ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഈ പെൺകൊച്ചിനെ കാണാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് നാട് മുഴുക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കൊച്ചിനെ കാണിക്കത്തില്ല, അവൾ എൻ്റെ കൊച്ചിനെ കാണിക്കത്തില്ല, പിന്നെ വേണമെങ്കിൽ ഒന്നും കരഞ്ഞും കൂടെ അങ്ങോട്ട് കാണിക്കും. ആ പെൺകൊച്ച് ചെയ്ത വേല എന്തെന്നറിയാം. പബ്ലിക്കിൽ ചന്തയിൽ അവിടെ നിന്നുകൊണ്ട് ഫോൺ വിളിച്ച്, നീ വാടാ, നീ കൊച്ചിനെ നീ കണ്ടോ, അപ്പോൾ ചന്തയിൽ കൊണ്ടുവന്ന് കാണിക്കുക എന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ ക്രൗഡിനെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ അനക്കമില്ലായിരുന്നു. കൂവിയാണ് നാട്ടുകാരെ ഓടിച്ചത്. നാട്ടുകാരൊന്ന് കൂവിയാണ് ഓടിച്ചത്. കള്ളത്തരം പറയുന്നതിനൊരു കണക്കില്ലേ. ഷാത്തൻ്റെ അതിന് കാണിക്കാതെ ഇപ്പോൾ UK കണ്ടല്ലയോ.
കുറേ അങ്ങ് ഇളകരുത്. കുഞ്ഞിനോട് ഭയങ്കര പ്രണയമാണ്, അല്ലയോ മിക്കുപ്പൻ ഒറ്റയ്ക്കായിപ്പോയി. അവൾ പോയത് അവൾക്ക് വേണ്ടിയല്ല, ആ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടാണ്. നിന്റെ കുഞ്ഞ് സ്വസ്ഥമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത്തിരി മര്യാദയ്ക്കോട് നീ ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. ഇനി നോക്കണം, അവൾ മറ്റൊരു വിവാഹത്തിലേക്ക് പോവുകയോ മറ്റൊരാളെ ചിന്തിക്കുകയോ ചെയ്താൽ അവൾക്ക് ഇല്ലാത്ത കുറ്റം എത്രയും ഉണ്ടാവും. അത്ര തോന്നിയാസോ പെണ്ണെ പറ്റി പറയും. അങ്ങനെയാണ് പിഴച്ചത്, മറ്റത് മറിച്ചത്. എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് 4-5 ആണുങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറയുന്ന കേട്ട ഉടനെ നിങ്ങൾ തുള്ളാൻ നിൽക്കല്ലേ, അങ്ങനെ എന്നു പറയാം. അവന്മാർക്ക് പോകാമെങ്കിൽ പിന്നെ നമുക്ക് പോയിക്കൂടെ? പോകണമെന്ന് നിർബന്ധമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാൽ പോവില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വഴിക്ക് നമ്മൾ പോവുക തന്നെ ചെയ്യണം. ഷോ മസ്റ്റ് ഗോ ഓൺ. ഇതെന്തെന്നാണിത്? അവ അവിടെ കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെക്കിയിട്ട് വെച്ചാൽ നീ എന്തിനാ ഇതിലൊക്കെ വറിയാവാൻ പോകുന്നേ? കളഞ്ഞിട്ട് ദൂരെ പോകാനെന്ന്. അതങ്ങനെയൊക്കെ പലതും പറയും. അമ്മയും അച്ഛനും കൂടെ അങ്ങ് നിന്ന് അങ്ങ് ഉത്സാഹിക്കാൻ പറ്റി. അവരിത്തിരി മര്യാദയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി ഇട്ടിട്ട് ഓടുമോ? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏത് പെണ്ണുങ്ങളായിരുന്നാലും ശരി തന്നെ, വിവാഹം കഴിച്ച് പയ്യൻ വീട്ടിൽ കൊച്ചിനെ കൊണ്ടുവരുമ്പോൾ ആ കൊച്ച് രണ്ടാമത്തെ കൊച്ചാണ് അല്ലെങ്കിൽ വേറൊരു വീട്ടിലെ കുട്ടിയാണെന്നുള്ള കൺസിഡറേഷനെ കൊടുക്കരുത്. നമ്മുടെ മകന്റെ സന്തോഷവും സുഖവും അവന്റെ നല്ല ദാമ്പത്യവും അവളുടെ സ്വസ്ഥതയിലാണുള്ളതെന്ന് മനസ്സിലാക്കുക. അവൾക്ക് നിങ്ങൾ എത്ര സ്വസ്ഥത കൊടുക്കുന്നോ അത്രയും സ്വസ്ഥത നിങ്ങളുടെ മകനിക്ക് കിട്ടും. നിങ്ങൾ അവക്കിട്ട് എത്ര സ്ക്രൂ വയ്ക്കുന്നോ അത്രയും സ്ക്രൂ അവൾ ചെറുക്കൻ്റെ അടുത്ത് കാണിക്കും. ആ സ്ക്രൂ നമുക്കിട്ടും കിട്ടും. മകൻ സ്വസ്ഥമായി ജീവിക്കണമോ അവളെ സന്തോഷിപ്പിക്കുകയല്ല, വേറെ നിവർത്തിയില്ല. അതൊരു വലിയ തത്വമാണ്, അത് മനസ്സിലാക്കുക. പണ്ടത്തെ കാലവും അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ ഈ അമ്മായിമ്മ പോരെന്നൊക്കെ പറഞ്ഞ ഒരു രസം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോമഡി പീസാണ്. നന്നായിട്ട് നടക്കുന്ന ഈ ഒരു സ്ത്രീക്ക് മകൻ മൂലം മരുമകൾ കരയുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല. അവൾ കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും അമ്മച്ചി കണ്ടിട്ടില്ല. ഇത്രയും കാലം ആ പെൺകുട്ടിയെ ദ്രോഹിച്ചു, വിഷമിപ്പിച്ചു. അതിൻ്റെ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു പെണ്ണ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരുപാട് വട്ടം ആലോചിക്കും. പ്രത്യേകിച്ച് അവൾ അത് എടുത്തു പറയുന്നുണ്ട് പല പ്രാവശ്യം. വീണ്ടും വീണ്ടും ചിന്തിച്ചു. മകൻ്റെ കയ്യിരിപ്പുണ്ടാ മകൾ മരുമകൾ ഇറങ്ങിപ്പോയത്. ഒരു കുഞ്ഞായ ശേഷം അവൾ ഒരുപാട് ചിന്തിച്ചു കാണും. കുട്ടിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണമെന്ന് പറയുന്നവർ സ്വന്തം ലൈഫിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കും. അവൾക്കിപ്പോൾ നല്ല സൗകര്യം വയ്ക്കാം. ഞാൻ ആ പെൺകൊച്ചിനൊപ്പമാണ്. അവൾ പറയുന്നതാണ് കറക്റ്റ്. അവനവൻ്റെ ജീവിതം നോക്കി പോകും. നമ്മൾ എപ്പോൾ ജീവിക്കുന്നതെന്നറിയാമോ? മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അടിമയായി ജീവിക്കുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കും. നമ്മുടെ വ്യക്തിത്വത്തിന് അവിടെ ഒരു മൂല്യം ഉണ്ടാവും. ഇത് അവൻ കൊണ്ടുവന്നാലേ തിന്നാൻ പറ്റൂ, അവന് ആണ് എൻ്റെ അധികാരി, ഞാൻ അടിമ, ആ ടേം അങ്ങ് കളയൂ. ഇനി ഈ കാലം ഇത് പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തുവായി നടക്കുന്നത്? സ്നേഹത്തിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇത് കുറച്ച് ഓവറാണ്. അവന് ജോലി കിട്ടിയില്ല എന്ന് പറയുന്നൊരു കുറ്റമൊന്നും ഞാൻ പറയത്തില്ല. ശരി, രണ്ടുപേരിൽ ഒരാൾ ജോലിക്ക് പോയാൽ ആദ്യം, മറ്റേ ആൾക്ക് ആ മര്യാദ ഉണ്ടാവണ്ടേ? അവള് ജോലിക്കും പോകണം, അവള് വീട്ടിലെ കാര്യങ്ങളും നോക്കണം. കാറിന്റെ കേസൊക്കെ പറയുന്നത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട്, ഒത്തിരി പ്രോബ്ലംസ് അത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർക്കിടയിലുള്ള പ്രശ്നം. നിങ്ങൾ നേരിട്ട് അവളെ തന്നെ പോയി കാണാൻ, അതിൻ്റെ റവന്യൂ എങ്കിലും അതിന് കിട്ടട്ടെ. മിറക്കിൾ ബ്യൂട്ടി വ്ളോഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ചാനലിൽ അത് ഇട്ടിരിക്കുന്നതാണ്. സത്യത്തിൽ പാവം തോന്നി, കഷ്ടം തോന്നി. ഇത്രയധികമൊക്കെ പറയാനും മാത്രമൊന്നും ഒരു കാര്യവുമില്ലാതെയാണ് ഇപ്പോൾ ചൂണ്ടിക്കൊണ്ടുവരുന്നത്. ആ കുട്ടീൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് ആ കുട്ടീനെയും ചേർത്ത് വെച്ചിട്ട് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു, ഞാൻ നിന്നെ നോക്കും. ഇതൊക്കെ എന്തിനാണ് ഡ്രാമകൾ? നിനക്ക് വേണമെങ്കിൽ പോയി കണ്ടുകൂടെ? നീ തുടങ്ങിയാൽ അവൾ തെളിവ് സഹിതം കൊണ്ടിറങ്ങും. ഞങ്ങൾക്കിത് ആഘോഷവുമാണ്, ഞങ്ങൾക്ക് കണ്ടന്റുമാണ്. എനിക്കിപ്പോൾ ഇത് കണ്ടന്റായിട്ട് കിട്ടും. കുറേ അധികം പേർക്ക് ഇതൊരു കണ്ടന്റാണ്. പക്ഷെ നശിപ്പിക്കപ്പെടുന്നത് നിന്റെ ക്രെഡിബിലിറ്റി ആയിരിക്കും. മര്യാദയ്ക്കാണെങ്കിൽ അവൾ ഇതിനൊന്നിനും വരത്തില്ല. നീ നിന്റെ ജീവിതം കാണിക്കും. നീ കൊച്ചിനെ വെച്ചിട്ടുള്ള മറ്റേ വർത്തമാനത്തിന് അതിൽ കിട്ടുന്ന വ്യൂ നീ പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ തമ്മിൽ തല്ലിയാൽ നാട്ടുകാർക്ക് ചിരിക്കാൻ ഒരു വക എന്നതിനപ്പുറം ആർക്കും ഒന്നും ഒരു ലാഭമില്ല. ഏത് പൊട്ടക്കണ്ണന് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് ന്യായമെന്ന്. ആ പെൺകുട്ടിയെ നീ നന്നായിട്ട് ചതിച്ചു എന്ന് അവൾ തെളിവ് സഹിതമാണ് പറയുന്നത്. അതവൾ കാണിക്കുന്നില്ല. അതവളുടെ മര്യാദ. ആ മര്യാദ കൂടുതൽ നീ പ്രതീക്ഷിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താ എൻ്റെ ഒരു ഹൈ റേഞ്ച് ഫാമിലി, നല്ല പേരൊക്കെയാണ്. നീ ഹൈ റേഞ്ചിലുള്ള വിശേഷങ്ങളൊക്കെ ഇടും. ഞാൻ വേണമെങ്കിൽ വന്നിരുന്ന് കാണാം, അല്ലെങ്കിൽ കുറേ പേര് വന്നിരുന്ന് കാണും. അതിനപ്പുറം നീ അവളെ അങ്ങോട്ട് താഴ്ത്തി കെട്ടിയിട്ട് നീ അങ്ങ് കൊണ്ട് കയറാമെന്ന് വിചാരിക്കുന്നത് മറ്റേ പരിപാടിയാണ്. ഇത്രയും ദിവസം നീ ഇന്നെ അവൾ സഹിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും എന്നെ കാണുന്ന ഒരുപാട് പെൺകുട്ടികൾ, എനിക്കറിയാം, എന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഇതുപോലത്തെ പ്രോബ്ലത്തിലുള്ളവർ കാണുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, നന്നായി സ്ട്രെങ്തൻ ആവുക. നിങ്ങൾ സെൽഫ് കെയർ കിടത്തുക, നിങ്ങൾ സ്ട്രെങ്തൻ ആവുക. എന്താണെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാം എന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. ഒരു രീതിയിലും സാക്രിഫൈസ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് അല്ലേ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം. കുട്ടികളുടെ ഭാവി, ഇവനൊക്കെ ചത്തുപോയാൽ എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിക്കുക. അതിപ്പോൾ ആണായിരുന്നാലും പെണ്ണായത് തന്നെ. ടോക്സിക് ആണോ? അത് കുട്ടികൾക്ക് നല്ലതല്ല ചെയ്യുക. ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതിന് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് വേണ്ട സമാധാനപരമായ ഒരു സാഹചര്യമാണ്. അച്ഛനെന്ന് പറയുന്ന വ്യക്തി എവിടെയുണ്ട്? ആ അച്ഛൻ കള്ളു കുടിച്ചിട്ട് ഒരു അമ്മയെ എടുത്തിട്ട് ഇടിക്കുക, അത് കാണുമ്പോൾ ഒരു സന്തോഷം, അതല്ല. ആ കുട്ടികൾ തന്നെ വഴിതെറ്റി പോകുന്നതുകൊണ്ടാണ്. അടുത്ത ജനറേഷൻ സമാധാനപരമായി പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ കംഫർട്ടിനേക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കംഫർട്ടും കൂടെ നോക്കണം. കുറേ പണമുണ്ട്, അവരെ ഫീസ് അടയ്ക്കാൻ പൈസ ആയിരുന്നു, ഡ്രസ്സ് വാങ്ങിക്കാൻ പൈസ ആയിരുന്നു, അതല്ല കംഫർട്ട് എന്ന് പറയുന്നത്. പീസ് ഓഫ് മൈൻഡാണ്. ഉള്ള കഞ്ഞി മൂടി കുടിച്ചാൽ മതിയല്ലോ, ഉള്ളത് മതിയെന്ന് വയ്ക്കുക. ആ ലിമിറ്റിൽ നിൽക്കാൻ ശ്രമിക്കുക.
അവൾ പോയി ജീവിതം കരുപ്പിടിക്കട്ടെ. ലോണും പ്രശ്നങ്ങളും ഒക്കെ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും ഒക്കെ സമയം ഉണ്ടാകത്തില്ല. ചുമ്മാ അങ്ങോട്ട് ചുരണ്ട് അതിനെ ഇട്ടിട്ട്. എനിക്ക് ഈ പെൺകുട്ടിക്കൊപ്പമാണ് നിൽക്കാൻ തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. നേരെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. കേൾക്കാമല്ലോ. ഡിസ്കഷൻ കണ്ടിന്യൂ. കുറേ ഉണ്ട്, ഞാൻ അത്രയും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗം മാത്രമേ എടുത്തോളൂ. എനിക്കറിയില്ല ഈ കുട്ടി എന്നെ കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കാണുകയാണെങ്കിൽ എൻ്റെ പൊന്നു കുട്ടി, നീ നിന്റെ ജോലി നോക്കുന്നത്, ഇതൊക്കെ നോക്കാനും ആളുകളെ ബോധിപ്പിക്കാനും ഒന്നും പോകരുത്. അവനവൻ്റെ ജോലി നോക്കാം. നീ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇവിടെയുണ്ട്. അവർക്കറിയാം നീ എന്താണെന്ന്. ഇവനെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? ഒത്തിരി ഞെളിഞ്ഞാൽ മാത്രം ഇതൊരു പ്രശ്നമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ചെയ്യരുത്. നിങ്ങളുടെ ഏറ്റവും പ്രൈവസിയായ ഒരു ഇതാണ്, അത് കളയരുത്. അയാളെ തെറി പറയുമ്പോൾ നീയും സമൂഹത്തിൽ നാറപ്പെടാം. അത് ചെയ്യരുതെന്നാണ് ഒരു റിക്കും. ബാക്കി കൊച്ചിൻ്റെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായവും പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.